കുട്ടികൾക്ക് കളിക്കോപ്പുകൾ വാങ്ങിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ ഡോക്ടർ കബീർ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി മെഡിസിൻ, അൽമാസ് ഹോസ്പിറ്റൽ, കോട്ടക്കൽ. ഒരാഴ്ച മുമ്പ് ഒരു രക്ഷിതാവ് എന്നെ വിളിക്കുന്നു. ഒരാഴ്ചയായി 2 വയസ്സായ കുട്ടിക്ക് അസാധ്യമായ വയറുവേദന. അടുത്തുള്ള ആശുപത്രികളിലൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കുട്ടി ഛർദ്ദിക്കുന്നുമുണ്ട്, അസാധ്യമായ വേദനയും. സ്കാനിങ് ചെയ്തിട്ടുണ്ട്, അതിലൊന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. ഉടനെ ഞാൻ കുട്ടിനെ കൊണ്ടുവരാൻ പറഞ്ഞു. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന് പരിശോധിച്ചു. പീഡിയാട്രിഷ്യന്റെ ഒപ്പീനിയൻ എടുത്ത് 2 വയസ്സായിട്ടുള്ള കുട്ടിയാണ്. ഉടനെ ഒരു അബ്ഡോമിനൽ എക്സ്റേ എടുത്തു. ആ എക്സ്റേയിൽ ഒരു മാലയുടെ മുത്തുകൾ പോലെ കോർത്തിണക്കി വെച്ചിരിക്കുന്നു. ഒരു 6 ബീഡ്സ്, 6 മുത്തുകൾ. നമ്മൾ സാധാരണ ഡോക്ടർമാർ ചെയ്യുന്ന പോലെ സപ്പോർട്ടീവ് കെയർ ഒക്കെ കൊടുത്തിട്ട് ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 7 ദിവസം എന്തായാലും ആയതല്ലേ, ഇനി ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം, മലത്തിലൂടെ പോകുമെന്ന് പറഞ്ഞു, നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നെക്സ്റ്റ് ഡേ കുഴപ്പമില്ല, ഗ്ലൂക്കോസ് കൊടുത്ത് കുട്ടി ഒന്ന് ഉഷാറായി ഭക്ഷണം കഴിച്ചു. പക്ഷേ 3rd ഡേ വീണ്ടും കുട്ടിക്ക് അസാധ്യമായ വേദന. ഉടൻ പീഡിയാട്രിക് സർജൻ, പീഡിയാട്രിഷ്യൻ എല്ലാവരും കണ്ടു. അത് ആ മുത്ത് മണികൾ വയറ്റിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, കുടലിന് പൊട്ട് വന്നിട്ടുണ്ട്. ഉടനെ ഓപ്പറേഷൻ ചെയ്യണം, എമർജൻസി ഓപ്പറേഷൻ, അതും മേജർ ഓപ്പറേഷൻ. 2 വയസ്സായ കുട്ടി വേഗം തിയേറ്ററിലേക്ക് എടുക്കുന്നു, ഓപ്പറേഷൻ ചെയ്യുന്നു. ആ മുത്തുമണികൾ കുട്ടിയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. ഇതിന്റെ ഇതാണ് ആ എക്സ്റേയിൽ കാണുന്ന മുത്തുമണികൾ. ഇത് സത്യത്തിൽ കാന്തിക വലയങ്ങളാണ്, കാന്തങ്ങളാണ്. ഇത് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ഇത്തരം കളിക്കോപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, അതല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉണ്ടാക്കുക. അതേപോലെ ഇത് കളർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ സാധാരണഗതിയിൽ കുട്ടികൾക്ക് കളർ ഐഡന്റിഫൈ ചെയ്യാനും 2 വയസ്സായ കുട്ടികളുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ നല്ലതാണ്. പക്ഷേ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ഈ കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ, അവർക്ക് അറിയാതെ സിംഗിൾ ആയിട്ട് ഈ കുട്ടി വായിൽ വെച്ചതാണ്. ദിവസങ്ങൾ കൊണ്ട്, ഒരാഴ്ചകൾ കൊണ്ടാണ് ഈ 6 ബീഡ്സും ഈ കുട്ടി വിഴുങ്ങിയിട്ടുള്ളത്. പക്ഷെ അത് കുടലിനകത്ത് ചെല്ലുമ്പോൾ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് നമുക്ക് നോക്കുമ്പോൾ എക്സ്റേയിൽ ഒരു മാല പോലെ കാണുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട എമർജൻസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തെടുത്ത് ഒഴിവാക്കേണ്ട അവസ്ഥ വന്ന് ക്രിട്ടിക്കൽ കെയറിൽ നിന്ന് കുട്ടി രക്ഷപ്പെട്ടു, എണ്ണീറ്റ് പോയി. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ശ്രദ്ധിക്കുക, ഇത്തരം കളിക്കോപ്പുകൾ മാർക്കറ്റിൽ ഇന്ന് സുലഭമാണ്. നമ്മുടെ കുട്ടികളുടെ ബുദ്ധിയും അല്ലെങ്കിൽ വളർച്ചയും എഴുത്തും ഒക്കെ പഠിക്കാൻ ഇത് വളരെ ഉപകാരപ്രദമാകുമെങ്കിലും ഇത് അതിനേക്കാൾ ഭയങ്കര ഡേഞ്ചറസിലേക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ഇത്തരം നമ്മുടെ മക്കളാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അവർക്ക് അപകടം വരുത്തുന്ന രീതിയിൽ നമ്മൾ അറിയാതെയാണ് സത്യത്തിൽ ചെയ്യുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തായാലും ചെയ്യത്തില്ലല്ലോ. അറിയാതെ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്ക് വൻ ആപത്തുകൾ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.